ലാലേട്ടന്റെ പവിത്രം എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരമ്മയായും അച്ഛനായും ചേട്ടനായിട്ടും എല്ലാം തന്റെ അനിയത്തിക്ക് വേണ്ടി ജയചന്ദ്രൻ എന്ന കഥാപാത്രം അവിടെ മാറുന്നുണ്ട്. സ്വന്തം പ്രണയം പോലും അനിയത്തിക്ക് വേണ്ടി അദ്ദേഹം അവിടെ ഉപേക്ഷിക്കുന്നുണ്ട്. ഒടുവില് തന്റെ സ്വന്തം അനിയത്തി തന്നെ തള്ളി പറയുന്ന ഒരു അവസ്ഥ ജയചന്ദ്രന് വരികയാണ്. അത് അംഗീകരിക്കാൻ പോലും ആവാതെ മനസ്സും ശരീരവും അദ്ദേഹത്തിൽ നിന്ന് തന്നെ കൈവിട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മളിൽ പലരും ഇതേ അവസ്ഥയിലൂടെ ആയിരിക്കാം ചിലപ്പോൾ കടന്നു പോകുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെച്ച് ജീവിതത്തിൽ ഉടനീളം അവർ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ നമ്മളെ തന്നെ മറന്നിട്ടുണ്ടാവും. ഒരാളോട് തോന്നുന്ന അമിതമായ സ്നേഹം ഒരുപക്ഷെ അത് നമ്മുടെ പ്രണയിനിയാവാം, സഹോദരനാവാം, സുഹൃത്താവാം. ഇവരുടെ വേർപാട് അല്ലെങ്കിൽ അകൽച്ച നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? കൂടെ ഒരുപാട് പേരുണ്ടായിട്ടും ഇവരുടെ അസാന്നിധ്യം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ, ഇതിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് മൂവ് ഓൺ ആവാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. സ്റ്റേ ബിസി, സ്റ്റേ പ്രസന്റ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മാക്സിമം ബിസി ആയിരിക്കാൻ ശ്രമിക്കാം. ഇത് നമ്മുടെ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് വൺ, റൈറ്റ് ഇറ്റ് ഔട്ട്. നിങ്ങൾ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും ചുമ്മാ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് എഴുതാൻ ശ്രമിക്കാം. നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഉറക്കെ വിളിച്ച് പറയുന്നതിന് തുല്യമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗിവ് ഇറ്റ് ടൈം എന്നതാണ്. ഹീലിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ഓരോരുത്തരുടെ മനസ്സിനനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് വേണ്ടി കുറച്ച് ടൈം കൊടുക്കുക, പേഷ്യൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്.